ഹോർമുസിൽ പുതിയ നീക്കവുമായി അമേരിക്കയും ട്രംപും. ഹോർമുസിൽ കപ്പൽ ഗതാഗതത്തിന്, അതായത് ഇറാനിലേക്ക് വരികയും ഇറാനിൽ നിന്ന് പോവുകയും ചെയ്യുന്ന ഏതു രാജ്യത്തിൻ്റെ കപ്പലായാലും അതിനെ ഉപരോധിക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അതിൻ്റെ പ്രധാന ലക്ഷ്യം മറ്റൊന്നുമല്ല, ഇറാൻ്റെ എണ്ണ കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാനെ വരിഞ്ഞു മുറുക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 10 മണി മുതൽ അല്പസമയത്തിനകം ഈ ഉപരോധം നിലവിൽ വരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രംപിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമൊക്കെ പുറത്തു വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനെ അതിശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുകയാണ് ട്രംപ്. അതായത് ട്രംപ് പറയുന്നത്, ഇറാൻ പറയുന്നത് ഹോർമുസിനുള്ളിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന വലിയ മൈനുകളും മറ്റുമുണ്ട്. നിങ്ങൾ ശരിക്കും ഒരു പത്മവ്യൂഹത്തിലാണ്, ഒരു കാരണവശാലും അമേരിക്ക രക്ഷപ്പെടില്ല എന്ന് പറയുന്നു. ഇതിനിടയിൽ സമാധാന ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഇരു രാജ്യങ്ങളും വലിയ താല്പര്യം കാട്ടുന്നില്ല എന്ന വിവരം കൂടി പുറത്തു വരുമ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധം അതിൻ്റെ പരമാവധി വഷളായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. തലക്കെട്ടുകൾ കാണാം. ഹോർമുസിൽ കപ്പൽ ഗതാഗതത്തിന് ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക. ഇറാനിലോ പുറത്തേക്കോ ഉള്ള കപ്പലുകൾക്ക് 10 മണി മുതൽ ഉപരോധം. ഒരു രാജ്യത്തിനും ഇളവില്ല. ഇറാൻ ഇതര രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ തടയില്ല. കടലിടുക്കിലെ മരണച്ചുഴി കാത്തിരിക്കുന്നുണ്ടെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ്. ഇറാന് സൈനിക സഹായം നൽകിയാൽ ചൈനയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തും. ഭീഷണി: ഇറാന് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറാൻ ചൈന തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടെ. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. 7.6% കൂടി. ബാരലിന് $100 പിന്നിട്ടു. സമാധാന ചർച്ചകൾ തീരാത്തത് തിരിച്ചടി. നെതന്യാഹുവിനെ ആധുനിക കാലത്തെ ഹിറ്റ്ലർ എന്ന് എർദോഗൻ. രക്തദാഹവും വിദ്വേഷവും കൊണ്ട് നെതന്യാഹു അന്ധനായെന്നും വിമർശനം. സമാധാന ചർച്ചകൾ നശിപ്പിച്ചത് നെതന്യാഹു. ഇസ്രായേലിനെ കടന്നാക്രമിക്കുമെന്നും തുർക്കി. തെക്കൻ ലെബനിലെ അതിർത്തി ഗ്രാമങ്ങൾ ആക്രമിച്ച് ഇസ്രായേൽ. വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച് നിയന്ത്രിത സ്ഫോടനങ്ങൾ. അതിർത്തി ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളും നശിപ്പിക്കാൻ നീക്കം. തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള. നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പുകാരുടെ ഭീഷണി തള്ളാതെ പോലീസ്. അന്വേഷണ പരിധിയിൽ ലോൺ ആപ്പിലെ മെസ്സേജുകളും. അധ്യാപകർ ഉടൻ അറസ്റ്റിലായേക്കും. സഹപാഠികളുടെ മൊഴിയെടുക്കാനും പോലീസ്. കൊലപാതകമെന്ന് കുടുംബം. കായംകുളത്തെ പീഡന പരാതിയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം. യുവതി പരാതിയും മൊഴിയും നൽകിയിട്ടും സ്റ്റേഷൻ ജാമ്യത്തിൽ ആരോപണ വിധേയനെ വിട്ടയച്ചെന്ന ആക്ഷേപം. DGP ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി. വ്യാപാര വ്യവസായി ഏകോപന സമിതി നേതാവിനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ബീഹാറിൽ സർപ്രൈസ് മുഖ്യമന്ത്രിയോ? സമ്രാട് ചൗധരി മുഖ്യമന്ത്രിയാകുമെന്ന സൂചനകൾക്കിടെ ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയും കളത്തിൽ. നിരീക്ഷകനെ നിയോഗിച്ച് BJP. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഇന്നോ നാളെയോ രാജിവെക്കും. ആശാ ഭോസ്ലെക്ക് വിട. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് മുംബൈ ശിവാജി പാർക്കിൽ. IPL ബംഗളൂരുവിന്റെ കുതിപ്പ്. മുംബൈ ഇന്ത്യൻസിനെ 18 റൺസിന് തകർത്തു. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഇറാനിലേക്കോ പുറത്തേക്കോ ഉള്ള കപ്പൽ ഗതാഗതത്തിന് 10 മണി മുതൽ അല്പസമയം മുതൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സേനാ വിഭാഗമായ US സെൻട്രൽ കമാൻഡ് ഇതിനുള്ള ഒരുക്കങ്ങൾ അത് പരമാവധി എത്തിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് അനുസൃതമായി അല്പം മുമ്പാണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഈ ഉപരോധം ആരംഭിക്കുകയാണ്. ഇറാൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതോ അവിടെ നിന്ന് പുറപ്പെടുന്നതോ ആയ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കാണ് ഈ ഉപരോധം ബാധകമായിരിക്കുക. ഒരു രാജ്യത്തിനും ഇതിൽ ഇളവുണ്ടാകില്ല എന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇതര രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലേക്ക്
ഹോർമുസ് കടലിടുക്ക് വഴി പോകുന്ന കപ്പലുകളെ തടയില്ല എന്നും ട്രംപ് പ്രഖ്യാപിച്ച പശ്ചാത്തലം നിർണായകമാണ്. നമുക്കറിയാം ഇറാന്റെ പ്രധാന വരുമാന മാർഗമാണ് എണ്ണ. ആ എണ്ണയുമായി ബന്ധപ്പെട്ട് ഇറാന് ഉപരോധങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ ചില രാജ്യങ്ങളെങ്കിലും റഷ്യ അടക്കമുള്ള ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന്റെ എണ്ണ വാങ്ങുന്നുണ്ട്. ഇന്ത്യയും ഇറാന്റെ എണ്ണയെ ആശ്രയിക്കുന്ന രാജ്യമാണ്. ഈ ചുരുക്കം രാജ്യങ്ങളിലേക്കുള്ള എണ്ണ കയറ്റുമതി കൂടി നിരോധിക്കുക, അതിന് ഉപരോധം ഏർപ്പെടുത്തുക, അതുവഴി ഇറാനെ പൂർണ്ണമായും ഒരു പ്രതിരോധത്തിലാക്കുക എന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ ട്രംപ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഹോർമുസിലെ ഇറാന്റെ നിയന്ത്രണത്തിന് ഇതിലൂടെ മറുപടി പറയുകയും ഇറാന്റെ എണ്ണക്കയറ്റുമതി തടയുകയുമാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിനോടുള്ള ഇറാന്റെ പ്രതികരണം കടുത്തതാണ്. അതിലേക്ക് വരാം. അതിനു മുൻപ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. വാക്കുകളിലേക്ക് വരാം. ട്രംപിന്റെ വാക്കുകളിലേക്ക് വരാം. വി ആർ കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഇപ്പോൾ ഇതൊരു വല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഹോർമുസിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം കുറഞ്ഞത് 2-3 പടക്കപ്പലുകളെങ്കിലും അമേരിക്കയുടെ ഹോർമുസിന്റെ പരിസരത്തുണ്ട്. ഇതിലേക്ക് എന്ത് തരത്തിലുള്ള ഉപരോധമാണ് ഇപ്പോൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത്? ഈ കപ്പലുകൾ, മറ്റു രാജ്യങ്ങളിലെ കപ്പലുകളെ അമേരിക്ക തടയുന്ന പശ്ചാത്തലമൊരുക്കിയാൽ അത് വലിയ തോതിലുള്ള സംഘർഷങ്ങൾ കാരണമാകും. നാറ്റോ അടക്കമുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കും. ഇത്തരത്തിലുള്ള എല്ലാ നടപടികളും കണക്കാക്കിയാണോ ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് പോകുന്നത്? ഹോർമുസിൽ ഇറാനും അമേരിക്കയും നേർക്കുനേർ ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം ഉള്ളത്. ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപ് യുദ്ധമുഖത്ത് പുതിയ നീക്കം നടത്തുന്നത്. അത് ഹോർമുസ് ലക്ഷ്യമിട്ടാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ജലപാത ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. സുഗമമായി അതുവഴി ജലഗതാഗതം സാധ്യമല്ല. എല്ലാം ഇറാന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് തുടരുന്നത്. ഇറാന് ദിവസേന $2 മില്യൺ വരെ ടോൾ നൽകി ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പൽ ടാങ്കറുകളുണ്ട്. ഈ കപ്പൽ ടാങ്കറുകൾ തടയും എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയത്. ട്രംപിന്റെ നിർദ്ദേശാനുസരണം US നാവികസേന ഇതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. പ്രാദേശിക സമയം 10 മണി മുതൽ, അതായത് ഇന്ത്യൻ സമയം 8:30 മുതൽ ഈ ഉപരോധം നിലവിൽ വരും എന്നാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഉപരോധം നിലവിൽ വന്നാൽ ഇറാൻ തുറമുഖത്തേക്ക് പ്രവേശിക്കുന്നതും അവിടെ നിന്ന് എണ്ണ പുറത്തേക്ക് കടത്തുന്നതുമായ കപ്പലുകൾ US നാവികസേന തടയും. അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ ഭീഷണി ശക്തമായി നേരിടും എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കങ്ങൾക്ക് ഹോർമുസിൽ അമേരിക്ക മുതിർന്നാൽ അത് വെടിനിർത്തലായി കണക്കാക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. മാത്രമല്ല അതിനെ ശക്തമായ തന്നെ നേരിടുകയും ചെയ്യും. അതായത് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും ഹോർമുസ് കടലിടുക്കിൽ കടലിൻ്റെ അടിത്തട്ടിലുള്ള മൈനുകളെക്കുറിച്ച് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അതായത് ഒരു പഴയ ടെക്നോളജിയാണ് മൈൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് കടലിൻ്റെ അടിത്തട്ടിൽ മൈനുകൾ, അവ ഉഗ്രസ്ഫോടനത്തിന് ശേഷിയുള്ളവയുമാണ്. അത് എവിടെയൊക്കെയാണ് ഇറാൻ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ഇറാന് തന്നെ കൃത്യമായി ഇപ്പോൾ വിവരമില്ല. ഇങ്ങനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അക്കാര്യം ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് എന്നാണ് പല ഘട്ടങ്ങളിലായി നടന്ന ചർച്ചയിൽ ഈ മൈനുകളുമായി ബന്ധപ്പെട്ട ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. ഇത് 14-ാം നൂറ്റാണ്ടിൽ ചൈനയൊക്കെ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയാണ്, ഒരു പഴയ ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ അത്യാധുനിക സംവിധാനങ്ങൾ പോലെ നിക്ഷേപിച്ചത് എവിടെ എന്ന് പിന്നീട് കണ്ടെത്താൻ സാധ്യമല്ല. അത് പ്രയാസകരവുമാണ്. സ്വാഭാവികമായും പലതരത്തിലുള്ള മൈനുകളുണ്ട്. ഇങ്ങനെ 12 തരം മൈനുകൾ ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര രംഗത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വീക്ഷിക്കുന്ന വിദഗ്ധർ പറയുന്നത്. എന്തായാലും ആ മുന്നറിയിപ്പാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകുന്നത്. അതായത് മരണച്ചുഴികൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം അത് നടത്താൻ ഹോർമുസിൽ മുതിർന്നാൽ US-ന്റെ നാവിക പടക്കപ്പലുകൾ ഹോർമുസിലേക്ക് പുറപ്പെട്ടാൽ, ഉപരോധം ഏർപ്പെടുത്തിയാൽ അതിനെ അതേ നാണയത്തിൽ നേരിടും. മരണച്ചുഴിയാണ് കാത്തിരിക്കുന്നത് എന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. മറ്റൊന്ന്, ഹോർമുസിൽ പുതിയ യുദ്ധതന്ത്രം അമേരിക്ക ഇപ്പോൾ നടപ്പാക്കുന്നതിൽ പലതരത്തിലുള്ള കാരണങ്ങളുമുണ്ട്. ദിവസേന $2 മില്യൺ ടോൾ നൽകി ഇറാന് പുറത്തേക്ക് കപ്പലുകൾ വരുന്നു. ഇത് ഇറാൻ സർക്കാരിനും അതോടൊപ്പം തന്നെ ഇറാൻ സൈന്യത്തിനും വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സായി
മാറുന്നു. ആ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുക എന്നതാണ് അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്ന ഒന്നാമത്തെ തന്ത്രം. മറ്റൊന്ന്, ഈ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എണ്ണ ടാങ്കറുകൾ ഭൂരിഭാഗവും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾ തടയുമ്പോൾ ആ രാജ്യങ്ങൾക്കും സ്വാഭാവികമായും പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ ഇന്ത്യ അടക്കം ഉള്ള രാജ്യങ്ങൾക്ക് ചൈന, നമുക്കറിയാം ഇപ്പോൾ ഈ എണ്ണ വാങ്ങുന്നത്, ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പ്രധാനമായും ചൈനയും റഷ്യയും ഇന്ത്യയുമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കാണ് ഈ പ്രതിസന്ധി വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ആ രാജ്യങ്ങളുടെ സമ്മർദ്ദം ഇറാന് മേൽ ഉണ്ടാവുകയും ചെയ്യും ഈ കരാറിലേക്ക് എത്താൻ എന്നുള്ള ലക്ഷ്യം കൂടി ട്രംപിനുണ്ട് എന്ന് വേണം കരുതാൻ. കാർത്തിക്, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഭൂരിഭാഗം എണ്ണച്ചരക്ക് കപ്പലുകളും പോകുന്നത് ചൈന, ഇന്ത്യ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണ്. ഈ രാജ്യങ്ങളാണ് ഇറാന്റെ ഓയിലിനെ ഏറെ ആശ്രയിക്കുന്നതും. ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയത് പ്രത്യക്ഷത്തിൽ ഇറാനും US-ഉമാണ് നേർക്കുനേർ പോരാടുന്നത് എങ്കിൽ കൂടിയും അമേരിക്ക പരോക്ഷമായെങ്കിലും ലക്ഷ്യം വെക്കുന്നത് ചൈനയെ കൂടിയാണ്. ചൈനയെ വലിയ തോതിൽ ഇത് ബാധിക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ കാണാൻ. അതായത് മറ്റ് രാജ്യങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അങ്ങനെ ഒരു പാളിയ നയതന്ത്ര ചർച്ചകളിൽ ഹോർമൂസിന്റെ കാര്യത്തിലടക്കം ഇറാനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതമാക്കുക. ഇതാണ് അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്ന നീക്കം. പക്ഷേ അത് എത്രത്തോളം ഫലം കാണും എന്ന് കണ്ടറിയണം. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന ഇറാന്റെ രാഷ്ട്രത്തലവന്മാരുടെ പ്രതികരണങ്ങൾ, ട്രംപിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ട്രംപ് ഈ വിഷയത്തിൽ ഉപരോധവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ട്രംപിന്റെ വാക്കുകളിലേക്ക്. Very good things are happening with regard to the Strait, Hormuz, and a lot of good things are happening for our country. It's been very strong. I would say it's holding well. Their military is destroyed. 10 o'clock tomorrow, we have a blockade going into effect. That'll be 10 o'clock tomorrow. Other nations are working so that Iran will not be able to sell oil. What we notice and what we see and what I think is maybe my idea, maybe not, I don't know. But there are many boats heading toward our country to fill up with oil and then go and take it. So they're not going to go through the Hormuz Strait. And ultimately that'll be correct. They are in very good shape and we're very proud of them, the two pilots. Yeah. പക്ഷേ ട്രംപിന്റെ ഈ ഭീഷണിക്ക് ഇറാൻ പുല്ലുവില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ കടലിടുക്കിലെ മരണച്ചുഴി നിങ്ങളെ കാത്തിരിക്കുന്നുവെന്നാണ് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നത് എന്നുള്ളതാണ്. അതായത് പശ്ചിമേഷ്യയിൽ വലിയ തോതിലുള്ള സാഹചര്യം ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക സൃഷ്ടിക്കാൻ പോകുമ്പോഴും തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഹോർമുസ് എന്നാണ് ഇപ്പോൾ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വിഭാഗം സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നമുക്കറിയാം കടലിടുക്കിൽ നിന്ന് മൈനുകളടക്കം നീക്കം ചെയ്യാൻ ആരംഭിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒരു തരത്തിലും ഈ കാര്യങ്ങൾ അംഗീകരിക്കില്ല. വലിയ ജാഗ്രതയിൽ തങ്ങൾ തുടരുന്നു. ഏത് സൈനിക നീക്കത്തെയും നേരിടാൻ തയ്യാറാണ് എന്നും ശത്രുക്കൾക്ക് ഹോർമുസ് കടലിടുക്ക് ഒരു കെണിയായി മാറുമെന്നുമാണ് ഇറാന്റെ അവകാശവാദം ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്ക് പിന്നാലെയാണ് കടുത്ത പ്രത്യാക്രമണ ഭീഷണിയുമായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് രംഗത്ത് വരുന്നത്. ഏത് തെറ്റായ നീക്കവും അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ശത്രുക്കളെ കടലിടുക്കിലെ മരണച്ചുഴിയിൽ അകപ്പെടുത്തുമെന്നാണ് ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. മേഖലയിൽ സംഘർഷം അതിൻ്റെ വലിയ തോതിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രതികരണം. നമുക്കറിയാം പലപ്പോഴും അമേരിക്കയുടെ ഇത്തരം പല ഭീഷണികളെയും ഇറാൻ ഈ തരത്തിൽ തന്നെയാണ് നേരിട്ടിട്ടുള്ളത്. ഒരു തരത്തിലും വഴങ്ങാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അമേരിക്കയുടെ പുതിയ ഭീഷണി, നിയന്ത്രണമടക്കമുള്ള ഉപരോധമടക്കമുള്ള കാര്യങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളതാണ്. ഇത് യുദ്ധസമാനമായ സാഹചര്യം ഹോർമുസിൽ കൂടി സൃഷ്ടിക്കുകയാണല്ലോ കാർത്തിക്. നേരത്തെ നമുക്കറിയാം ട്രംപിന്റെ പല ഭീഷണികളും വഴങ്ങാതിരുന്ന ഇറാൻ ഭീഷണികളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്ന ട്രംപിനെ നമ്മൾ കണ്ടു. ഇപ്പോൾ വീണ്ടും ഏറ്റവും പുതിയ ഉപരോധത്തിനും ഇറാന്റെ മറുപടി തങ്ങൾ നേരിടുമെന്ന് തന്നെയാണ്. ഹോർമുസ് ആണ് ഇറാന്റെ പക്കലുള്ള തുറുപ്പുചീട്ട്. ആദ്യഘട്ടം മുതൽ നേർക്കുനേർ യുദ്ധത്തിൽ ഹോർമുസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യുദ്ധതന്ത്രങ്ങളാണ് ഇറാൻ മെനഞ്ഞതും. അതിലാണ് അമേരിക്ക ഒരു പരിധിവരെയെങ്കിലും പ്രതിരോധത്തിലായതും. എന്തായാലും ഇപ്പോൾ ഇറാന് കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ട്. അതായത് ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ജലപാത ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഉപരോധിച്ചാൽ, അമേരിക്കൻ നാവികസേന ഉപരോധിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം ഇപ്പോൾ തന്നെ എണ്ണ ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ട്. മാത്രമല്ല 1.5 ദശലക്ഷം ബാരൽ
ഒരു ദിവസം കുറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിപണിയിൽ പ്രതിഫലിക്കുകയും ചെയ്യും. മാത്രമല്ല, ഇപ്പോഴുള്ള ഊർജ്ജ പ്രതിസന്ധി, അതായത് ഉൽപ്പാദനം കുറഞ്ഞത് മൂലം മറ്റ് രാജ്യങ്ങൾ നേരിടുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്യും. അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക കൊണ്ടെത്തിക്കില്ല എന്നൊരു വിലയിരുത്തൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ US-ൻ്റെയും അതോടൊപ്പം തന്നെ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന, ഹോർമുസിൽ മുന്നോട്ട് വയ്ക്കുന്ന ഭീഷണികളെ അതേ നാണയത്തിൽ നേരിടുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. മരണച്ചുഴികൾ കാത്തിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഏതെങ്കിലും പടക്കപ്പലുകൾ, US-ൻ്റെ പടക്കപ്പലുകൾ ഹോർമുസിലേക്ക് നീങ്ങിയാൽ അതിനെ ശക്തമായി നേരിടും. അത് വെടിനിർത്തൽ ലംഘനമായി കണക്കാക്കും എന്ന് തന്നെയാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. തീർച്ചയായും ഇന്നലെയാണ് US-ൻ്റെ യുദ്ധക്കപ്പലിന് മുന്നറിയിപ്പ് നൽകി ഇറാൻ രംഗത്ത് വരുന്ന ദൃശ്യങ്ങൾ അവർ തന്നെ പുറത്തുവിടുന്ന പശ്ചാത്തലമുണ്ടായത്. ഈ ദൃശ്യങ്ങൾ ഇറാൻ ഇന്നലെ പങ്കുവെക്കുകയായിരുന്നു. ഇസ്ലാമാബാദിൽ നടന്ന US ഇറാൻ നയതന്ത്ര ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ വിവിധ മാധ്യമങ്ങൾ ഈ വീഡിയോകൾ പുറത്തുവിട്ടത്. തുടർന്ന് വിവിധ രാജ്യങ്ങളിലെ എംബസികളും ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഈ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാൻ പറയുന്നത് തങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അമേരിക്കൻ കപ്പലുകളെ പിന്തിരിപ്പിക്കുകയാണ്, ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കും എന്നുള്ളതാണ് ഈ 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തുവിട്ടതിലൂടെ ഇറാൻ ലക്ഷ്യം വെച്ചത്. US നാവികസേനയുടെ യുദ്ധക്കപ്പലായ 121 IRGC ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർസ് പ്രതിനിധി മുന്നറിയിപ്പ് നൽകി തിരിച്ചുവിടുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. ഇതിൽ ചില സ്ത്രീകളുടെ ശബ്ദമടക്കം കേൾക്കാം. നിങ്ങൾ ഞങ്ങളുടെ ആജ്ഞ അനുസരിക്കാത്ത പക്ഷം ആക്രമണം നടത്തുമെന്ന് IRGC പ്രതിനിധി പറയുന്നുണ്ട്. ഇതിനുള്ള മറുപടിയായി ഒരു സ്ത്രീയുടെ ശബ്ദം വീഡിയോയിൽ കേൾക്കാം. ഇത് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഞങ്ങൾ നീങ്ങുന്ന പശ്ചാത്തലമുണ്ട്, നിങ്ങൾക്ക് ഒരു വെല്ലുവിളിയുമില്ല എന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ IRGC ഈ അമേരിക്കൻ കപ്പലിലുള്ള ആൾ പറയുമ്പോൾ ഇതിന് മറുപടിയായി പറയുന്ന പശ്ചാത്തലമുണ്ട്. അവസാന മുന്നറിയിപ്പാണ് വെടിവെക്കും എന്നും പറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ യുദ്ധക്കപ്പൽ തിരിച്ചു പോകുന്ന കാഴ്ചകൾ കൂടി കാണാം. അത്തരത്തിൽ വലിയ തോതിൽ ഇറാൻ ഈ മേഖലയിൽ തങ്ങളുടെ സംഘർഷം, തങ്ങളുടെ ഇടപെടൽ കടുപ്പിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയായി ഈ ദൃശ്യങ്ങൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാന് സൈനിക സഹായം നൽകിയാൽ ചൈനയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ പുതിയ ഭീഷണി പുറത്തു വന്നിരിക്കുകയാണ്. ഫോക്സ് ന്യൂസ് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇറാന്റെ സൈനിക നീക്കങ്ങൾക്ക് ചൈന പരോക്ഷമായി സഹായം നൽകുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിരോധ സംവിധാനങ്ങളടക്കം കൂടുതലായി ഇറാന് അമേരിക്ക നൽകുന്നു എന്നാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് മറുപടിയാണ് ഇത്തരം സഹായങ്ങൾ തുടർന്നാൽ, അതിനുള്ള തെളിവുകൾ കുറച്ചുകൂടി കൃത്യമായി കിട്ടിയാൽ താരിഫ് അടക്കമുള്ള കാര്യങ്ങൾ ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തും എന്നുള്ള മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്നത്. ഇതിനോട് ചൈന പ്രതികരിക്കുന്നത്, ഞങ്ങൾ ഒരു തരത്തിലും ഇറാനെ സഹായിക്കുന്നില്ല, ഈ യുദ്ധത്തിൽ പങ്കാളിയല്ല എന്നാണ് ഇപ്പോൾ ചൈന പറയുന്നത്. പക്ഷേ അപ്പോഴും പൂർണ്ണമായും ഇത്തരം കാര്യങ്ങൾ നിഷേധിക്കാൻ ചൈന ശ്രമിക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ചൈന ഇറാനിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന ഒരു രാജ്യം കൂടിയാണ്. ഈ യുദ്ധത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഇടപെടുകയും പ്രസ്താവനകൾ നടത്തുകയും ചെയ്ത രാജ്യമാണ്. അതിനെ തുടർന്ന് ട്രംപിൻ്റെ ചൈനീസ് സന്ദർശനമൊക്കെ മാറ്റിവെച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ചൈനീസ് സന്ദർശനം ട്രംപ് ഉടൻ തന്നെ നടത്തും എന്നാണ്. കാർത്തിക്, ഇപ്പോൾ നമുക്കറിയാം ചൈന അടക്കമുള്ള രാജ്യങ്ങൾ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനെ സഹായിക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. അവിടെയാണ് ഇത്തരം ഉപരോധത്തിലേക്ക് ട്രംപ് പോകുന്നത്. ഈ ഹോർമുസിലെ കപ്പലുകളുടെ ഉപരോധത്തിന് പുറമെയാണ് ഇപ്പോൾ ചൈനയ്ക്കുള്ള മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ ട്രംപ് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, ഇറാന് ചില ആയുധങ്ങൾ നൽകി സഹായിക്കാൻ ചൈന രഹസ്യ നീക്കം നടക്കുന്നതായി റോയിറ്റേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത്. US ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റോയിറ്റേഴ്സ് ഈ റിപ്പോർട്ടുകൾ നൽകിയത്. നിലവിൽ വ്യോമാക്രമണമാണ് ഈ വെടിനിർത്തലിന് മുൻപ് ഇറാന് മേൽ ശക്തമായി നടത്തിയത്. ഇത്തരത്തിൽ വ്യോമാക്രമണത്തെ പ്രതിരോധിക്കാനുള്ള അത്യാധുനിക സാങ്കേതിക സഹായങ്ങൾ ചൈന ഇറാന് നൽകാൻ രഹസ്യ നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ഈ റിപ്പോർട്ട്. ഇന്റലിജൻസ് ഏജൻസിയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഈ റിപ്പോർട്ടിൽ പറയുന്നത്, നേരിട്ട് ചൈന ഇറാന് ഈ ആയുധങ്ങൾ നൽകുകയല്ല, മറിച്ച് മൂന്നാം ലോക രാഷ്ട്രങ്ങളിലൂടെ ഇവ അതീവ രഹസ്യമായി ഇറാനിലേക്ക് എത്തിക്കാനാണ് ശ്രമം. ചൈന നൽകി എന്ന വിവരം ലോകം അറിയാതെ തരത്തിലുള്ള ഒരു ആയുധം നൽകി സഹായിക്കലാണ് ലക്ഷ്യമിടുന്നത് എന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ചൈന ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ട്രംപിനോട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. ചൈന അത്തരത്തിൽ ചെയ്യുമെന്ന് തോന്നുന്നില്ല, അങ്ങനെ ചെയ്താൽ അവരും വലിയ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടും എന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. എന്തായാലും മാൻ പാഡ്സ്,
അതായത് ഷോൾഡറിൽ ക്യാരി ചെയ്യുന്ന ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം അതടക്കം ചൈന ഇറാന് നൽകാനുള്ള രഹസ്യ നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ വ്യോമാക്രമണത്തെ പ്രതിരോധിക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങളും ചൈന ഇറാന് നൽകാൻ തയ്യാറെടുക്കുന്നു, അതിനുള്ള രഹസ്യ നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടുകൾ പറയുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് തുർക്കി പ്രസിഡന്റ് തൊയ്ബ് എർദോഗാൻ രംഗത്ത് വരികയാണ്. നെതന്യാഹുവിനെ ആധുനിക കാലത്തെ ഹിറ്റ്ലർ എന്നാണ് എർദോഗാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എർദോഗാന്റെ പ്രകോപനത്തിന് കാരണം ഈ ചർച്ചകളിൽ നമുക്കറിയാം 21 മണിക്കൂറോളം നീണ്ട ചർച്ച അമേരിക്കയും ഇറാനുമായി നടന്നിരുന്നു. ഇതിനിടയിൽ ഒരു ഫോൺ കോൾ വന്നു. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റേതാണ് എന്നുള്ള തരത്തിലുള്ള ചില കാര്യങ്ങൾ പടർന്നു. ഇതിനെ തുടർന്നാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഈ ചർച്ചകൾ നിർത്തി അത് അമേരിക്കയിലേക്ക് മടങ്ങിയത് എന്നാണ് ഇപ്പോൾ ഒരു ആരോപണം ഉയരുന്നത്. അതായത് ഈ ചർച്ചകൾ പൊളിച്ചത്, സമാധാനത്തിൻ്റെ ചർച്ചകൾ പൊളിച്ചത് ബെഞ്ചമിൻ നെതന്യാഹു ആണ് എന്നാണ് ഇപ്പോൾ തുർക്കിയും കുറ്റപ്പെടുത്തുന്നത്. രക്തദാഹവും വിദ്വേഷവും കൊണ്ട് നെതന്യാഹു അന്ധനായി എന്നാണ് വിമർശിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ അതായത് ഗസയിലും ലെബനിലും മറ്റും ആക്രമണം തുടരുന്ന നെതന്യാഹു ഇപ്പോൾ യുദ്ധ കുറ്റവാളി കൂടിയാണ്. അന്താരാഷ്ട്ര കോടതികളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിചാരണകൾ നടക്കുന്നുണ്ട് എന്ന വിമർശനവും എർദോഗാൻ നടത്തിയ സാഹചര്യം ശ്രദ്ധേയമാണ്. തുടർന്നാണ് ഇസ്രായേലിനെ വേണമെങ്കിൽ കടന്നാക്രമിക്കും എന്ന് തുർക്കി പറഞ്ഞു വെക്കുന്നത്. അതും ലോകക്രമത്തിൽ മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കാർത്തിക്, ഇത്തരത്തിൽ ഈ ചർച്ചകൾ തടയുന്നതിൽ നെതന്യാഹു പങ്കുവഹിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ പരിധിവരെ ലോകരാജ്യങ്ങളുണ്ട്. കാരണം ഒരുപക്ഷെ ഒരു കോംപ്രമൈസ് ലെവലിലേക്ക് എത്തുമെന്ന് കരുതിയ ചർച്ചയിലാണ് നെതന്യാഹു ഇടപെടുകയും ഏകപക്ഷീയമായ ചർച്ചയിൽ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അമേരിക്ക അറിയിക്കുകയും ചെയ്തത് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതിനെ തുടർന്ന് ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുന്നത്. അപ്പോൾ തുർക്കിയുടെ വിമർശനത്തിന് അടിസ്ഥാനമുണ്ട്. രഞ്ജിത്ത്, 47 വർഷങ്ങൾക്ക് ശേഷമാണ് US പ്രതിനിധി സംഘവും ഇറാനും തമ്മിൽ ഒരു നേർക്കുനേർ ചർച്ചകൾക്ക്, അത്തരത്തിൽ ഒരു ഉന്നതതല ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നത്. 21 മണിക്കൂറോളം നീണ്ട ചർച്ച, 6 ആഴ്ച നീണ്ടുനിന്ന യുദ്ധം, ഇരുവശത്തും വലിയ തോതിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായ യുദ്ധം. മാത്രമല്ല ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. എന്നിട്ടും ഇറാൻ പ്രതിനിധി സംഘത്തെയും അതോടൊപ്പം തന്നെ US പ്രതിനിധി സംഘത്തെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ചർച്ച നടത്താൻ കഴിഞ്ഞത് വലിയ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായാണ്. ആ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് പാകിസ്ഥാനും ഈജിപ്തും തുർക്കി അടക്കമുള്ള രാജ്യങ്ങളാണ്. അത് സമാധാന ശ്രമങ്ങൾക്ക് വലിയൊരു വഴിത്തിരിവായി വിലയിരുത്തപ്പെട്ടു. പക്ഷേ അപ്പോഴും ആ ചർച്ച പരാജയപ്പെടാൻ കാരണം ഇസ്രയേലാണ് എന്ന് ഇപ്പോഴും തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ കരുതുന്നു. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഈ ചർച്ചകൾക്കിടയിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസിന് വന്ന ഒരു ഫോൺ കോളാണ് കാര്യങ്ങൾ വഴിമാറാൻ കാരണം എന്ന് ആരോപിക്കപ്പെടുന്നു. ആ ആരോപണം മുൻനിർത്തിയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള എർദോഗാന്റെ വിമർശനങ്ങൾ. എന്തായാലും ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ എർദോഗാൻ വിശേഷിപ്പിക്കുന്നത്. അതായത് ആധുനിക കാലത്തെ ഹിറ്റ്ലർ എന്ന തരത്തിൽ വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നു. എന്തായാലും ഇസ്രയേലുമായി ഉള്ള ബന്ധം, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി ഉള്ള ബന്ധം അത് വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരു ആക്രമണത്തിന് മുതിരില്ല എന്ന തരത്തിലൊക്കെ ഒരു ഭീഷണി സന്ദേശങ്ങൾ പരസ്പരം വാക്പോരിൽ കൈമാറുന്നു. ഇങ്ങനെയുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണം ഈ സമാധാന ചർച്ചകൾ പരാജയപ്പെടാനുള്ള മൂല കാരണം അത് ഇസ്രയേലാണ് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ്. എന്തായാലും അങ്ങനെ കൂടി ലോകം ഈ ഘട്ടത്തിൽ അതിനെ കാണുന്നു. അതായത് മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെടാൻ കാരണം, ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെടാൻ കാരണം ഇസ്രയേലിൻ്റെ ഇടപെടലുകളാണ് എന്ന് തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും അതാണ് സാഹചര്യം. ഇതിനിടയിൽ പാകിസ്ഥാൻ്റെതായ ഒരു പ്രസ്താവന ഈ ഘട്ടത്തിൽ നിർണായകമായി കാണണം. അതായത് ഈ സമാധാന ചർച്ചകൾ അവസാനിച്ചുവെങ്കിലും ഏപ്രിൽ 21 വരെ മേഖലയിൽ വെടിനിർത്തൽ തുടരുമെന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. കാരണം നമുക്കറിയാം മധ്യസ്ഥ ചർച്ചകൾക്ക് കാർമ്മികത്വം വഹിച്ചത് പാകിസ്ഥാനായിരുന്നു. US-ഉം ഇറാനും തമ്മിൽ ഏപ്രിൽ 21 വരെ യുദ്ധത്തിൽ ഏർപ്പെടില്ല. ചർച്ച നടത്തിയ കക്ഷികൾക്കിടയിൽ അനൗദ്യോഗികമായ ഒരു കരാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. 15 ദിവസത്തെ വെടിനിർത്തൽ ഏപ്രിൽ 21 വരെ തുടരും. ഈ കാലയളവിൽ ഒരു ലംഘനവും ഉണ്ടായില്ല എന്ന് പാക് സർക്കാരിൻ്റെ ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം 21 മണിക്കൂർ നേരത്തെ കാർത്തിക് പറഞ്ഞതുപോലെ നീണ്ടുനിന്ന ചർച്ച ഒരു തരത്തിലും ഒരു അഭിപ്രായ സമന്വയത്തിലെത്താത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക്, ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പാകിസ്ഥാൻ അതിൽ ഉറപ്പ് നൽകുന്നത് ഇത്തരത്തിൽ ഇടപെടൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഒപ്പം സൗദി അറേബ്യയിൽ തങ്ങളുടെ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് ഇറാനുമേൽ
ഇറാന്റെ സമ്മർദ്ദം ശക്തമാക്കുന്ന ഒരു പശ്ചാത്തലം കൂടി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ശക്തമായ സൈനിക സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ സൗദി തന്നെ സമ്മതിച്ചിരുന്നു, പാകിസ്ഥാനിൽ നിന്നുള്ള സൈനികർ തങ്ങളുടെ രാജ്യത്തുണ്ട്. അവർ എന്തെങ്കിലും തരത്തിൽ ഇറാൻ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് പിറകോട്ട് പോയാൽ വേണമെങ്കിൽ ആക്രമിക്കാൻ മടിക്കില്ല എന്നുള്ള വ്യാഖ്യാനങ്ങളും ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പരമാവധി ഇറാനെ സമ്മർദ്ദത്തിലാക്കുക, ഗൾഫ് മേഖലയിലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സാന്നിധ്യവും US നയതന്ത്ര നീക്കങ്ങളും ഇറാനെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളുമായി പാകിസ്ഥാൻ വരുന്നത് എന്നാണ് വിവരം. ലെബനനിൽ ആക്രമണം ഇസ്രായേൽ തുടരുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ പുതുതായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം, അത് ഈ ഗസയിലും മറ്റും നേരത്തെ ഉപയോഗിച്ച ഒരു തന്ത്രമാണ് ഇസ്രായേലിൻ്റെ. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ സൈന്യ നീക്കം ശക്തമാക്കുക. ഈ ഗ്രാമങ്ങളിലെ വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച് ഈ വീടുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. നിയന്ത്രിത സ്ഫോടനങ്ങളിലൂടെ ഈ വീടുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ അതിർത്തികളിലെ വീടുകൾ പൂർണ്ണമായി നശിപ്പിക്കുന്നതിലൂടെ വലിയ സമ്മർദ്ദം ഈ ഹിസ്ബുള്ളയ്ക്കും ലെബനനും മേൽ സൃഷ്ടിക്കാം എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിനെതിരെ വലിയ മുന്നറിയിപ്പുമായി ഹിസ്ബുള്ള രംഗത്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾ വലിയ ആക്രമണം ഇസ്രായേലിനെതിരെ അഴിച്ചുവിടുമെന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത്. കാർത്തിക്, ഈ ലെബനനിൽ ആക്രമണം ഇസ്രായേൽ നിർത്തുന്ന പശ്ചാത്തലമില്ല. ലെബനൻ ഭരണകൂടത്തിനെതിരെയല്ല, അവിടുത്തെ ശക്തരായ ഹിസ്ബുള്ളക്കെതിരെയാണ് എന്ന് പറയുമ്പോഴും നിരവധി സാധാരണക്കാർ ഇപ്പോഴും അവിടെ കൊല്ലപ്പെടുകയാണ്. ഈ തിരിച്ചടി തുടരുമെന്ന് ഹിസ്ബുള്ള പറയുമ്പോൾ പോലും ചില മിസൈലുകളൊക്കെ ഇസ്രായേലിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ പോലും മാരകമായ ആക്രമണ പരമ്പരകളിൽ ലെബനനിൽ ഇസ്രായേൽ തുടരുന്നുണ്ട്. ലെബനോനിലെ ആക്രമണത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ ഉള്ളത്. മാത്രമല്ല, തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ നെതന്യാഹു സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷം നൽകിയ പ്രതികരണങ്ങളും അത് നൽകുന്ന സൂചനയും ഈ ആക്രമണങ്ങൾ, തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഉടനൊന്നും അവസാനിക്കില്ല എന്ന് തന്നെയാണ്. ഈ യുദ്ധത്തിൽ അമേരിക്ക മുന്നോട്ട് വച്ച പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് ഇത്തരത്തിൽ ഹമാസ്, ഹെസബുള്ള, ഹൂതികൾ അടക്കം ഇറാനെ സഹായിക്കുന്ന അവരുടെ അലയസിനെ അവർക്ക് സാമ്പത്തിക സഹായം നൽകരുത്, അവർക്കുള്ള സഹായം അവസാനിപ്പിക്കണം എന്നതാണ്. പക്ഷേ അതിലേക്കൊന്നും കാര്യമായി ചർച്ചകൾ എത്തിയില്ല. മാത്രമല്ല, ഹെസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അത് തുടരും എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഇസ്രായേൽ നിലപാടെടുക്കുകയും ചെയ്യുന്നു. നാളെ വാഷിംഗ്ടണിൽ നടക്കുന്ന ഒരു ചർച്ചകൾ ഇതിന് നിർണായകമായിരിക്കും. ലെബനൻ പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ലെബനനിലെ വെടിനിർത്തലടക്കമുള്ള കാര്യങ്ങളിലാണ് ചർച്ച. പക്ഷേ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും ഇസ്രായേൽ ശക്തമായ ആക്രമണങ്ങൾ തന്നെ ലെബനനിൽ നടത്തുന്നു, അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന ആദ്യഘട്ടം മുതൽ നൽകിയ വിവരം, ആദ്യഘട്ടം മുതൽ നൽകിയ പ്രതികരണങ്ങൾ അത് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ നേതൃത്വം നൽകുന്നതും. എന്തായാലും വാഷിംഗ്ടൺ ചർച്ചകൾ നിർണായകമാകും. വാഷിംഗ്ടൺ ചർച്ചകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിഹാര ഫോർമുല തെളിയുമോ എന്ന് കണ്ടറിയണം. പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ്. കാരണം 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ കരാറിലെത്തിയപ്പോഴും ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു ഹെസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ ആ ചർച്ച എങ്ങും എത്തിയില്ല. അത് അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായതുമില്ല. കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഇതിനിടയിൽ ആശങ്കാജനകമായ ഒരു വിവരം, ലോകരാജ്യങ്ങൾക്കൊക്കെ ആശങ്കാജനകമായ ഒരു വിവരം പുറത്തു വരുന്നത് ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയരുന്നു എന്നുള്ളതാണ്. 7.6% കൂടി ബാരലിന് $100 ക്രൂഡ് ഓയിൽ പിന്നിട്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ അമേരിക്കയുടെ ഉപരോധം കൂടി വന്നാൽ രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിപണിയിൽ ഏതാണ്ട് 1.5 അല്ലെങ്കിൽ തൊട്ട് 1.7 ദശലക്ഷം ബാരൽ എണ്ണയുടെ കുറവുണ്ടാകും എന്നാണ് ഇപ്പോൾ കണക്കുകൾ. ഇറാനിയൻ ക്രൂഡിൻ്റെ ആണ് അത് എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മേഖലയിലെ പല രാജ്യങ്ങളും ഉൽപ്പാദനം കുറച്ചതുകൂടി കൂട്ടിച്ചേർത്താൽ വിപണിയിലെ പ്രതിസന്ധി വലിയ രൂക്ഷമാകുമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തു വരുന്നു. ഇത് ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയരാനുള്ള സാധ്യതകൾ ഒരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹോർമുസിലെ US-ന്റെ ഇടപെടൽ ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകുന്നത് എന്ന് ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. ചർച്ചകൾക്കുള്ള ഒരു സാധ്യതകളും ഇപ്പോൾ ഇല്ല. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഇറാനിയൻ തുറമുഖങ്ങളെ ഉപരോധിക്കുകയും ഹോർമുസ് കടക്കാൻ കപ്പലുകളെ അനുവദിക്കാതിരിക്കുകയും ചെയ്ത US നിലപാട് മുന്നോട്ട് വരുന്നത്. അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുമാത്രമല്ല, ഓഹരി വിപണികൾ വീണ്ടും നഷ്ടത്തിലേക്ക് കുതിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഡൗ ജോൺസ് അടക്കമുള്ള ഓഹരി വിപണികളിൽ വലിയ നഷ്ടം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലം ഉണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പശ്ചിമേഷ്യയിലെ അസമാധാനം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഏറെ നിർണായകമാണ്.
മറ്റു ചില വാർത്തകളിലേക്ക് കൂടി നമുക്ക് ഒന്ന് പോകണം. വി ആർ കാർത്തിക്കാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലെ സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ നൽകാൻ ചൈന ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതായത് അരുണാചൽ പ്രദേശിലടക്കമുള്ള പല മേഖലകളിലും നമ്മുടെ സ്ഥലങ്ങൾ, ഇന്ത്യയുടെ ഭൂപടത്തിലുള്ള സ്ഥലങ്ങളെയാണ് അവർ ഇത്തരത്തിൽ പുനഃസൃഷ്ടിക്കാൻ പോകുന്നത്, പുനർനാമകരണം ചെയ്യാൻ പോകുന്നത്. ഈ നീക്കം ഇന്ത്യ പൂർണ്ണമായും തള്ളുകയാണ്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇക്കാര്യം വ്യക്തമാക്കി. വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കരുത്, അടിസ്ഥാനരഹിതമായ കഥകൾ മെനയരുത്, അത് യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കില്ല എന്നാണ് ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എല്ലാ പ്രദേശങ്ങളും, ഇന്ത്യയുടെ ഭൂപടത്തിൽപ്പെട്ട എല്ലാ പ്രദേശങ്ങളും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ചൈന മനസ്സിലാക്കണം. അത് അങ്ങനെ തുടരുകയും ചെയ്യും. അല്ലാതെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്ത് ഉണ്ടായാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് വലിയ തോതിലുള്ള വിള്ളൽ സംഭവിക്കും എന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ശ്രദ്ധേയമാണ്. മറ്റൊന്ന് രസകരമായ കൗതുകകരമായ ഒരു വാർത്തയാണ്. അതായത് തുർക്കിയിലെ ഒരു സൈനിക മേധാവിയുണ്ട്, കരസേനാ മേധാവി, ഉഗാണ്ടയിലെ ഒരു കരസേനാ മേധാവിയുണ്ട്. ജനറൽ മുഹുസി കൈനരുഗാബ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ നടത്തിയ പുതിയ ഒരു പരാമർശം തുർക്കിയുമായി ബന്ധപ്പെട്ടാണ്. തുർക്കിയിൽ നിന്ന് ഇയാൾക്ക് അത്യാവശ്യമായി 2 കാര്യങ്ങൾ വേണം. സൊമാലിയയിലെ തീവ്രവാദികളെ നേരിടുന്നതിന് ഉഗാണ്ടയുടെ സൈനിക സംഭാവനകൾക്കായി $1 ബില്യൺ നൽകണം എന്ന ആവശ്യം തുർക്കിയോട് ഇയാൾ ഉന്നയിക്കുകയാണ്. അത് മാത്രമല്ല, തുർക്കിയിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ ആവശ്യപ്പെട്ടിരിക്കുന്നു വിവാഹം കഴിക്കാൻ. ആ സ്ത്രീയെ വിവാഹം കഴിക്കാനും മുഹുസി വിവാഹം കഴിക്കണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ഇത് തുർക്കിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇയാൾ, ഈ പറഞ്ഞ സൈനിക മേധാവി, ഇത്തരത്തിൽ വിചിത്രമായ പരാമർശങ്ങൾ, ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ആദ്യമായല്ല. 2022 100 പശുക്കളെ നൽകാം, പകരം ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലേനിയെ വിവാഹം ചെയ്തു തരണമെന്നാണ് മുഹ്സി കൈനരാഗാബ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കഥകളൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. അയാൾക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നും അത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണെന്നും വിചിത്രമായ ജീവിത രീതികൾ പിന്തുടരുന്ന ഒരാളാണ് എന്നും മറ്റുമാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കുറിച്ചൊരു കടത്തിയിട്ടുണ്ട്. അതായത് ഇത്തരം വാക്കുകൾ തുർക്കി പാലിച്ചില്ലെങ്കിൽ ഉഗാണ്ടൻ തലസ്ഥാനമായ കമ്പാലയിലെ തുർക്കി എംബസി അടച്ചുപൂട്ടുന്ന ഉൾപ്പെടെയുള്ള നയതന്ത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മുഹുസി കൈനാരുഗാബയുടെ ഭീഷണി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തുർക്കി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ തുർക്കിയുടെ പ്രതികരണം ഉടൻ തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റു വാർത്ത, പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ നീക്കങ്ങൾ തൃണമൂൽ കോൺഗ്രസ് സജീവമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസ് BJPയിൽ ഉണ്ടായിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ചെറുമകൻ ചന്ദ്രകുമാർ ബോസിനെ തൃണമൂലിലേക്ക് ഇവർ സ്വാഗതം ചെയ്തു. BJP വിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുകയാണ് ചന്ദ്രകുമാർ ബോസ്. BJPയിൽ ചേരാനുള്ള തൻ്റെ പഴയ തീരുമാനം ചരിത്രപരമായ തെറ്റായിരുന്നു, മണ്ടത്തരമായിരുന്നു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ വന്നിരിക്കുന്നത്. ഘർ വാപ്പസി എന്നാണ് തൃണമൂൽ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ചന്ദ്രകുമാർ ബോസ് പറയുന്നത് BJPക്ക് ബംഗാളിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒന്നും ധാരണയില്ലാത്ത പാർട്ടിയാണ് എന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഘർ വാപ്പസി നടത്തിയിരിക്കുന്നത് ചന്ദ്രകുമാർ. ബീഹാറിൽ സർപ്രൈസ് മുഖ്യമന്ത്രി വന്നേക്കും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം നേരത്തെ സമ്രാട് ചൗധരി ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് JDU അധ്യക്ഷൻ കൂടിയായ നിതീഷ് കുമാർ നിർദ്ദേശിച്ചിരുന്നത്. ഇന്നോ നാളെയോ നിതീഷ് കുമാർ രാജിവെച്ചേക്കാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തു വരുന്നത് ഈ സമ്രാട് ചൗധരിക്കൊപ്പം ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് കളത്തിലുണ്ട് എന്നാണ്. അതുമാത്രമല്ല, ഈ വിജയ്കുമാർ സിൻഹയുടെ അനുയായികൾ സമ്രാട് ചൗധരിയുടെ പോസ്റ്ററുകൾ കീറിക്കളഞ്ഞതും അവിടെ ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇതുകൂടാതെ കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായി, സംസ്ഥാന മന്ത്രിമാരായ ലഖേന്ദ്ര പാസ്വാൻ, ശ്രേയസി സിംഗ് തുടങ്ങിയവരുടെ പേരുകളും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിരീക്ഷകനായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ പാർട്ടി നിയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം BJPയുടെ മറ്റ് പല സംസ്ഥാനങ്ങളിലും സർപ്രൈസ് മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. ബീഹാറിലും ഇത് സംഭവിക്കുമോ എന്നത് കാത്തിരുന്ന് നിരീക്ഷിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ഇതിനിടയിൽ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരവും പഞ്ചാബ് കിങ്സിന്റെ സ്പിന്നറുമായ യുസ്വേന്ദ്ര ചഹൽ പെട്ട ഒരു കുടുക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. കാർ ഓടിക്കുന്നതിനിടെ ചഹൽ സിഗരറ്റ് വലിക്കുകയും അതിനുശേഷം സിഗരറ്റ് കുറ്റി റോഡിലേക്ക് വലിച്ചെറിയുകയും മറ്റും ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാണ്.
ഈ വീഡിയോയുടെ ആധികാരിക സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല എങ്കിൽ പോലും, അപ്പം വീഡിയോ എവിടെ വെച്ചാണ് എടുത്തത് എന്ന് വ്യക്തമല്ല എങ്കിൽ പോലും മറ്റൊരു കാറിൽ നിന്ന് പകർത്തിയ വീഡിയോ ആണ് എന്ന് വ്യക്തമാണ്. പക്ഷേ ചഹൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പൊതുയിടത്തിലും മറ്റും ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയതിന് ഒരു സെലിബ്രിറ്റി കൂടിയായ ചഹലിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യം ഉയരുന്നത്. നമുക്കറിയാം, നേരത്തെ മദ്യപാനവുമായി ബന്ധപ്പെട്ട് തൻ്റെ ജീവിതം നശിപ്പിച്ച കാര്യമൊക്കെ പങ്കുവച്ച ഒരാൾ കൂടിയാണ് IPL മുമ്പ് ചഹൽ. അത് തൻ്റെ ജീവിതം നശിപ്പിച്ചു, അതിനെ തുടർന്ന് മദ്യപാനം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ചഹൽ പറഞ്ഞിരിക്കുന്നത്. 35 വയസ്സായി തനിക്ക്, ഇപ്പോൾ 6 മാസമായി മദ്യപിക്കുന്നില്ല, ഇപ്പോൾ സജീവ ക്രിക്കറ്ററായി നിൽക്കാനുള്ള ആഗ്രഹമാണ് എന്നൊക്കെ ചഹൽ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ചില വീഡിയോകൾ പ്രചരിക്കുകയും അത് ഇയാൾക്ക് വലിയ കുരുക്കായി മാറുകയും ചെയ്യുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് KSUവിൻ്റെ വലിയ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഇത് കാണാം. നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധ സമരത്തിന് KSU രംഗത്ത് വന്നിരിക്കുന്നത്. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്ന ദൃശ്യങ്ങൾ കാണാം. എന്നാലും ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാവപ്പെട്ട പോലീസ് ഈ വിഷയം വഷളാക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡിനെ കാണാൻ വന്നാണ്. ഞങ്ങൾക്കൊരു കാര്യം പറയാൻ പറഞ്ഞില്ല. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. പക്ഷെ ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡ് ഗുരുവിന്റെ റോളിൽ കാലിന്റെ പണിയെടുക്കുകയാണ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാറ്ററാണ്, ഒരു സംശയം വേണ്ട. കൃത്യമായി അച്ഛനും അമ്മയും ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. ജാതിയുടെ പേരും മതത്തിന്റെ പേരിലും തരംതിരിക്കുന്ന HOD റാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ നാറിയ റാമിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നീ ആന്ധ്രക്കാരനായിരിക്കും, പക്ഷെ ഇത് കേരളമാണ്. നിന്നെപ്പോലെയുള്ള ഇത്ര രീതിയിലേക്കുള്ള വർഗീയ പരാമർശം നടത്തുന്ന ഒരു അധ്യാപകനും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും വായിക്കാൻ KSU വിടില്ല. ഇത് KSUവിന്റെ തീരുമാനം. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ബൈജു, ഇന്നു മുതൽ ഈ പ്രതിഷേധങ്ങൾ നമ്മളവിടെ പ്രതീക്ഷിക്കണം. SFIയും സമാനമായി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ എന്താണ് ഇന്ന് കോളേജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും രഞ്ജിത്തെ, വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ KSU പ്രവർത്തകരാണ്. അവർ പറഞ്ഞ സമയത്തിനും നേരത്തെ ഓടിക്കയറി തള്ളിക്കയറി ഈ ഒരു ക്യാമ്പസിനകത്തേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസ് പോലും വളരെ ചെറിയ പോലീസ് മാത്രം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പ്രവർത്തകരെല്ലാം KSU പ്രവർത്തകരെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് മണിക്കൂറുകളോളം ആ കോളേജിന് മുന്നിൽ ഇവർ പ്രതിഷേധം നടത്തി വലിയ തോതിൽ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഹമ്മദ് ഷമ്മാസ് ആണ്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസിന്റെ നേതൃത്വത്തിലുള്ള 15ഓളം പേരടങ്ങുന്ന പ്രവർത്തകരാണ് ഇത്തരത്തിൽ വലിയ തോതിൽ പ്രതിഷേധവുമായി എത്തിയത്. മണിക്കൂറുകളോളം അവിടെ കുത്തിയിരുന്ന് ഈ പോലീസ് ബാരിക്കേഡൊക്കെ മറികടന്ന് തള്ളിക്കയറിയാണ് ഈ പ്രതിഷേധവുമായി എത്തിയത്. അവർ പറയുന്നത് പ്രധാനമായും ഇതാണ്: ഈ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം ഈ ഒരു പ്രിൻസിപ്പാളുമായി അവർക്ക് സംസാരിക്കണം എന്ന ഒരു ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത്. ഏതായാലും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്താലും ഈ ഒരു സമരം ഒരിക്കലും അവർ നിർത്തില്ല. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാകുമെന്നാണ് തന്നെയാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്. അതോടൊപ്പം അല്പസമയത്തിനകം SFIയുടെ ഒരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ എത്തും. അതോടൊപ്പം വിവിധ മഹിളാ സംഘടനകളുടെ പ്രതിഷേധവും ഇവിടെ എത്തും. SFI അല്പസമയത്തിനകം തന്നെ വലിയ പ്രതിഷേധമാണ് ഇവിടെ എത്താൻ പോകുന്നത്. ഏതായാലും KSU പ്രവർത്തകരെ ഇപ്പോൾ, അതായത് പോലീസ് ബാരിക്കാഡി മറികടന്ന് കോളേജിനകത്തേക്ക് കടന്ന മുഴുവൻ KSU പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് ബസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെ ഇപ്പോൾ ഇവിടെ നിന്നും ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ബലം പ്രയോഗിച്ചാണ് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഏതായാലും വലിയ പ്രതിഷേധം ഇനി വരും മണിക്കൂറുകളിലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഇതിൽ
പ്രധാനമായും ഇതിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കൃത്യമായി ആ വിവരം പോലീസിനെ ഈ ടീച്ചർ അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ അതിൽ സൈബർ പോലീസ് കേസെടുക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇനി ഏറ്റവും പ്രധാനം ഈ റാം ഉൾപ്പെടെയുള്ള നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്ത റാം ഉൾപ്പെടെയുള്ള നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഒരു KSU പ്രവർത്തകരെ പോലീസ് ഈ ക്യാമ്പസിനകത്ത് നിന്നും വാഹനത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായ KSU പ്രവർത്തകനെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് ബസ്സിലേക്ക് മാറ്റുന്നു. ബലം പ്രയോഗിച്ച് പോലീസിൽ നിന്നും കുതിരയോടാൻ അവർ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യം കാണാം. അവിടെ ബസ്സിന് തൊട്ട് താഴെ ബസ്സിൽ കയറാതെ നിലത്ത് കിടക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഈ KSU പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ നേരിട്ട് അത് വ്യക്തമാണ്. അത്രത്തോളം വലിയ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. അതായത് ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് KSU പ്രധാനമായും ഉന്നയിക്കുന്നത്. അതോടൊപ്പം ഈ കേസ് രജിസ്റ്റർ ചെയ്തതല്ലാതെ ഇവരെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന കാര്യമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇവർ ഇപ്പോൾ രണ്ടുപേരും ഞാനിപ്പോൾ ജില്ലാ കമ്മീഷണറുമായി സംസാരിച്ചിരുന്നു. കമ്മീഷണർ പറഞ്ഞത് രണ്ടുപേരും ഒളിവിലെന്നാണ്. അതായത് ഡോക്ടർ എം കെ റാമും അതുപോലെ തന്നെ സംഗീതയും KT സംഗീതയും ഇപ്പോൾ ഒളിവിലാണെന്ന് നിതിൻ കുമാർ IPS അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു. ഇവരെ കണ്ടെത്തും, ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യും, ഒരുപക്ഷെ ഇവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേക്കാം, അത്തരം നീക്കങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. ഏതായാലും പോലീസ് ഇവരെ പിടികൂടി ഇവരെ കൃത്യമായി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 7 അംഗ സംഘത്തെയാണ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. ഒരു സംഘം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു തിരുവനന്തപുരത്തെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആ തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകും. അതോടൊപ്പം ഇവിടെ ഈ ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന ഉണ്ടാവും. സൈബർ പോലീസിന്റെ നേതൃത്വത്തിലാണ് ആ ടീമിൽ ഇപ്പോൾ സൈബർ പോലീസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് 7 അംഗ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ തോതിലുള്ള കൃത്യമായ ആ രീതിയിലുള്ള പോലീസിന്റെ ഭാഗത്തും വിശദമായ അന്വേഷണം ഇപ്പോൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അഞ്ചരക്കണ്ണി മെഡിക്കൽ കോളേജിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നതെന്നും പറയേണ്ടി വരും. വലിയ പ്രതിഷേധം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം 7 അംഗ സംഘം അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉടനീളം ഇപ്പോൾ കോളേജിലേക്ക് പ്രതിഷേധവുമായി എത്തുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് ഇന്ന് പകൽ മുഴുവൻ കോളേജിൻ്റെ പരിസരം സാക്ഷ്യമാകും എന്ന കാര്യത്തിലും സംശയമില്ല. ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇടവേള. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധി എഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. വാഹനാപകടത്തിൽപ്പെട്ട യുവതിയെ രക്ഷാപ്രവർത്തകനായെത്തിയ ആൾ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം. യുവതി പരാതിയും മൊഴിയും നൽകിയിട്ടും ആരോപണ വിധേയനായ സിനിൽ സബാദിനെ, അയാൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കായംകുളത്തെ ഭാരവാഹിയാണ്, ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചുവെന്നാണ് പരാതി. സംഭവം
വിവാദമായതോടെ DGP ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സിനിൽ സബാദിനെതിരെ സംഘടന നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ശരണ്യ, ഇതിപ്പോൾ ഒരു വലിയ വിവാദമായിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾക്ക് അനുകൂലമായും കായംകുളത്ത് ചില സോഷ്യൽ മീഡിയ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ഒന്ന് ഉണർന്നിട്ടുണ്ടോ ഇത് പുറത്തു വന്നതിന് ശേഷം? രഞ്ജിത്ത്, കഴിഞ്ഞ 3-നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കായംകുളത്ത് അപകടത്തിൽപ്പെട്ട യുവതിയെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു പരാതി. വ്യാപാരി വ്യവസായിയുടെ നേതാവിനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അത് വിവാദമായിരിക്കുന്നത് ഈ പെൺകുട്ടിയെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് IT വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്. അവര് ആലപ്പുഴയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ചില പള്ളികൾ പോകുന്നതിനായി എത്തിയതായിരുന്നു. പക്ഷേ ഈ സംഭവത്തിനകത്ത് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് പോലീസ് ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഇത്രയും ദിവസമായിട്ടും തയ്യാറായിട്ടില്ല എന്നുള്ള പരാതി ഈ പെൺകുട്ടി ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ കേസിനകത്ത് വേണ്ട വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപം കൂടി അവർ ഉന്നയിച്ചതോടെ, അതായത് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയതോടെയാണ് ഇപ്പോൾ വീണ്ടും ഈ സംഭവം വിവാദമായി മാറിയിരിക്കുന്നത്. ഈ പെൺകുട്ടി പറയുന്നത് അപകടം നടന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഈ വ്യാപാരി വ്യവസായിയുടെ നേതാവായ സിനിൽ സവാദ് ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ്, ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് ഈ പെൺകുട്ടി പരാതിയിൽ അവർ നൽകിയിട്ടുള്ളത്. എന്നാൽ പോലീസ് അത് വേണ്ട വിധത്തിൽ അന്വേഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനകത്ത് ചില ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിന് പോലീസ് വ്യക്തമാക്കുന്നത് കോടതിയിൽ രഹസ്യമൊഴി എടുക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. കോടതിയുടെ അനുവാദം നൽകിയ കോടതി അതിന് ഡേറ്റ് തന്നിട്ടില്ല. തന്നാൽ മാത്രമേ രഹസ്യമൊഴി എടുക്കാനായി കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ സംഭവം നടന്നതിന് ശേഷം ഈ പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്? 7 വർഷത്തിൽ താഴെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ടാണ് കോടതിയിൽ ഹാജരായി മൊഴി നൽകണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഒരു ഒത്തുകളി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പെൺകുട്ടി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം. ഈ ഒത്തുകളിയുമായി ബന്ധപ്പെട്ട് ആണ് ഇയാളെ ഇത്തരത്തിൽ കുറഞ്ഞ വകുപ്പുകൾ ചുമത്തി വിട്ടയച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ അപകടം നടന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളാണ് ഈ സിനില്. തുടർന്ന് ഈ പെൺകുട്ടിയെ ഉയർത്തി വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടയിലാണ് ലൈംഗിക അതിക്രമം നടന്നതെന്നുള്ളതാണ് മൊഴി നൽകിയിട്ടുള്ളത്. മാത്രമല്ല ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആശുപത്രിയിലെ ഡോക്ടറോട് പരിശോധിച്ച ഡോക്ടറോട് ശരീരത്തിലെ പാടുകൾ കണ്ടപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഡോക്ടറുടെ കൂടി നിർദ്ദേശാനുസരണമാണ് പോലീസിലേക്ക് ഇൻഫർമേഷൻ നൽകിയത് എന്നുള്ളതാണ് യുവതി പറയുന്നത്. ഇതിൽ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത് കായംകുളം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ആയ വിനോദാണ്. വിനോദിൽ നിന്നും ഇപ്പോൾ കേസ് മാറ്റിയിട്ടുണ്ട്. കായംകുളം DYSP വിനുകുമാറിന് അന്വേഷണ ചുമതല നൽകിയെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. വോട്ടെടുപ്പ് നടന്ന് 4 ദിവസം കഴിഞ്ഞിട്ടും അന്തിമ പോളിംഗ് കണക്ക് പുറത്തുവിടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിനെതിരെ വലിയ വിമർശനമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള പോളിംഗ് ശതമാന കണക്കുൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ അടിയന്തരമായി കമ്മീഷൻ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാന്, ഇതിപ്പോൾ അപൂർവമായൊരു സംഗതിയാണ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും കൃത്യമായ ഒരു കണക്ക് പുറത്തു വിടാതിരിക്കുക എന്നുള്ളത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ നൽകുന്ന വിശദീകരണം? കൂടുതൽ പരാതികൾ ഉയരാൻ സാധ്യതയുണ്ടോ? രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ 9-ാം തീയതി വൈകിട്ട് അവസാനിക്കുന്ന ശതമാന കണക്കുകൾ ഔദ്യോഗികമായി ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കത്തയച്ചിരിക്കുന്നത്. മണ്ഡലം അടിസ്ഥാനത്തിൽ തിരിച്ചുകൊണ്ടുള്ള പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ പുറത്തുവിടണം.
പോസ്റ്റൽ ബാലറ്റിൽ എത്ര പേർ വോട്ട് ചെയ്തു, അതിന്റെ വോട്ടിംഗ് ശതമാനം എത്ര തുടങ്ങിയ കാര്യങ്ങളടക്കം ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നാണ് ആവശ്യം. തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കാൻ ഇത് അനിവാര്യമാണ് എന്നും അതുകൊണ്ട് തന്നെ അടിയന്തരമായി വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് ആവശ്യം. അല്പസമയം മുമ്പ് മന്ത്രി വി ശിവൻകുട്ടിയും സമാനമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്ക് പുറത്തുവിടാത്തതിൽ ഒരു അസ്വാഭാവികത ഉണ്ടായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഔദ്യോഗികമായ കണക്ക് പുറത്തുവിടാത്തതിനെതിരെ വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ ജന്മദിനമാണ് നാളെ. ജന്മദിനം രാജ്യമാകെ ആഘോഷിക്കുമ്പോൾ തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള ഈ കാഴ്ച നാടിനാകെ നാണക്കേടാണ്. തിരുവനന്തപുരം കല്ലറ ഭരതനൂർ അംബേദ്കർ കോളനിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ജനാധിപത്യ കേരളത്തിന് നാണക്കേടാകുന്ന കാഴ്ച. ഈ ദുരവസ്ഥയ്ക്ക് വഴിയൊരുക്കിയ ചരിത്രം ഇങ്ങനെയാണ്. 20 വർഷങ്ങൾക്ക് മുൻപ് അന്ന് മന്ത്രിയായിരുന്ന AK ബാലനാണ് ഈ പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്തത്. അംബേദ്കറുടെ മുഖവുമായി പ്രതിമയ്ക്ക് യാതൊരു സാമ്യവുമില്ലെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അധികൃതർ പ്രതിമയുടെ തല വെട്ടിമാറ്റി. പുതിയ തല സ്ഥാപിച്ച് പ്രതിമ മനോഹരമാക്കുമെന്നായിരുന്നു ഉറപ്പ്. അന്നു മുതൽ 17 വർഷമായി ആ ഉറപ്പിന്റെ അവസ്ഥ ഇതാണ്. നാട് അറിയപ്പെടുന്നത് തന്നെ അംബേദ്കർ കോളനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ മഹത് വ്യക്തിയുടെ പേരിലാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളും ഭരണകർത്താക്കളും നമ്മളോട് കാണിക്കുന്ന, അതായത് ഈ പ്രതിമയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ് ഈ തലയില്ലാത്ത ഈ പ്രതിമയെന്ന് പറയുന്നത്. പ്രതിമ പൂർത്തിയാക്കുമെന്ന വാഗ്ദാനം നൽകാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ പ്രദേശത്തില്ല. എന്നാൽ വോട്ട് പെട്ടിയിലാകുന്നതോടെ നേതാക്കളും അധികൃതരും അംബേദ്കറെയും കോളനിവാസികളെയും ഒരുപോലെ മറക്കുകയാണ് പതിവ്. അപ്പോൾ ഇത് ചെയ്തു വെച്ചപ്പോൾ ഇതിൻ്റെ തലയ്ക്ക് അംബേദ്കർ രൂപം അല്ലാതെ വന്നതുകൊണ്ട് ആരോ നീക്കം ചെയ്തു. അതിൻ്റെ പേരിൽ കേസായി. ആ കേസിൻ്റെ പേരിലാണ് ഈ പ്രതിമ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അംബേദ്കർ അവഹേളിക്കുന്ന നമുക്ക് ഭയങ്കര ദുഃഖകരമായൊരു കാര്യമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കണിച്ചെട്ട് നിർമ്മാണ തിരക്കിലാണ് കാസർകോട്ടെ ഒരു ഗ്രാമം. മടിക്കൈ എരികുളത്താണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മൺകല നിർമ്മാണം. ഈ വിഷുക്കാലത്ത് 40,000-ഓളം കണിച്ചെട്ടുകളാണ് ഇവിടെ ഒരുങ്ങുന്നത്. വിഷുക്കാലമായതോടെ കണിച്ചട്ടി നിർമ്മാണത്തിന്റെ തിരക്കിലാണ് എരിക്കുളം ഗ്രാമത്തിലെ ഓരോ വീടുകളും. വിഷുക്കാലം ഇവർക്ക് പ്രതീക്ഷകളുടേതാണ്. ഒപ്പം അതിജീവനത്തിന്റെയും. മൺപാത്ര നിർമ്മാണം ഉപജീവന മാർഗമാക്കിയ 200ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. പ്രതിസന്ധി കാലത്തും മൺപാത്ര നിർമ്മാണത്തെ മുറുകെ പിടിക്കുന്ന ഇവർ വിഷു വിപണി ലക്ഷ്യമിട്ട് 40,000-ഓളം കണിച്ചട്ടികളാണ് ഇത്തവണ ഒരുക്കുന്നത്. 40 വർഷമായി മൺപാത്ര നിർമ്മാണം തുടർന്നു വരുന്നവരും ഇവരുടെ കൂട്ടത്തിലുണ്ട്. 300 മുതൽ 400 വരെ കലങ്ങളാണ് ഓരോ വീടുകളിലും നിർമ്മിക്കുന്നത്. ഇവയുടെ ഒരുക്കങ്ങൾ 2 മാസങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. എരിക്കുളം വയലിൽ നിന്ന് ശേഖരിക്കുന്ന കളിമൺ ഉപയോഗിച്ചാണ് കണിച്ചട്ടി നിർമ്മാണം. വിവിധ വലിപ്പത്തിലുള്ള ചട്ടികളാണ് പരമ്പരാഗത ശൈലിയിൽ ഇവർ ഉണ്ടാക്കുന്നത്. വലിപ്പത്തിനനുസരിച്ച് 150 മുതൽ 300 രൂപ വരെയാണ് വില. 2 മാസം 3 മാസം പെട്ടേ തുടങ്ങണം, എന്നാലും മാത്രമേ ഇതാവുള്ളൂ. പിന്നെ കല്ല കെട്ടണം, പിന്നെ വേറെ എന്തെങ്കിലും പണിയിട്ട് ചൂടത്തിന് വെക്കാൻ വയ്യ, കാറ്റ് കൊണ്ടുവരണം വേണം. അതിലേക്ക് കല്ല കെട്ടിയിട്ട് കൊടുക്കുന്നത് അങ്ങനെ റിസ്ക്കുള്ള പണിയാണ്. ഒരു 10-13 നേരം ഉണ്ടാവും ഒരു വർഷത്തിൽ. ഇന്ന് കാലങ്ങാട് കൊണ്ടുപോകും, പിന്നെ ഇങ്ങോട്ട് പോകും, പിന്നെ പയ്യന്നൂര്, ചിത്താരിക്കാട്, അങ്ങനെ ഉന്നംകൈ, അങ്ങനെ ഇന്ന് നിൽക്കുന്നതെന്നും പറയാം. എല്ലാ നിൽക്കലും കെട്ടിയിട്ട് കൊണ്ടുപോകും. മുമ്പേ പിന്നെ തലച്ചുമടാൻ കൊണ്ടുപോയി. ഇപ്പം വെയിലും ചൂടുകൊണ്ട് കണിച്ചട്ടികൾ വീടുകളിലേക്ക് തലചുമടായി കൊണ്ടുപോയാണ് വിൽപ്പന. കടകളിലേക്കും മൺകലങ്ങൾ നൽകി വരുന്നു. ഇവിടുത്തെ മൺപാത്ര നിർമ്മാണത്തിന് 400 വർഷത്തിലേറെ പഴക്കമുണ്ട്. ആറന്മുള കണ്ണാടിയും ബാലരാമപുരം കൈത്തറിയും ഉൾപ്പെടുന്ന ഭൗമസൂചിക പദവിയുള്ള ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തിലേക്ക് കാസർഗോഡ് സാരിക്ക് ശേഷം എരിക്കുളം മൺപാത്രങ്ങളും ഉടൻ ഇടം നേടും. ഭൗമസൂചിക പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന കേരളത്തിലെ ഏക മൺപാത്ര വ്യവസായമാണ് എരിക്കുളത്തേത്. ന്യൂസ് 18 കാസർഗോഡ്. മലയാള ചലച്ചിത്ര ലോകത്ത് സാങ്കേതിക വിദ്യയുടെ പുതിയ അധ്യായത്തെ തുടക്കമിട്ട സംവിധായകൻ രാമസിംഹൻ
ബോക്സ് ഓഫീസിൽ തരംഗമായി മാറിയ ജൂനിയർ മാൻഡ്രേക്കിന് ശേഷം മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള AI ചിത്രം പൂർത്തിയാക്കി. AI മാൻഡ്രേക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ രചനയും സംഗീതവും എഡിറ്റിംഗും ഉൾപ്പെടെ നിർവഹിച്ചിരിക്കുന്നതും രാമസിംഹനാണ്. മെയ് അവസാനം വാരം ചിത്രം തിയേറ്ററുകളിലേക്ക് പാലൊഴിച്ച് ഉരുട്ടി കൊടുക്കണം. എങ്കിൽ ആനമുട്ടയുടെ വലുപ്പത്തിലുള്ള മുട്ട കിട്ടും. നെല്ലു വിളഞ്ഞേ പത്തായം മുത്തം നിറഞ്ഞേ മാടത്തെ തത്തക്കും ഇല്ലത്തെ മുത്തിക്കും ഉള്ളം നിറഞ്ഞു. ഇപ്പോൾ 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. TG സജിത്ത് ചെയ്തു.